മ്ലാഡിഫെസ്റ്റ് ഇന്റർനാഷണൽ ആത്മീയ വിരുന്നിലേക്ക് ലോകമെമ്പാടുമുള്ള പതിനായിരക്കണക്കിന് യുവതി യുവാക്കളെ സ്വാഗതം ചെയ്തുകൊണ്ട് മെഡ്ജുഗോറിയയിൽ ഓഗസ്റ്റ് 4 തിങ്കളാഴ്ച ജപമാലയോടുകൂടെ യുവജനോത്സവത്തിന് തിരിതെളിച്ചു. ഏകദേശം 70 രാജ്യങ്ങളിൽ നിന്നുമായി പതിനായിരക്കണക്കിന് യുവതി യുവാക്കളെയാണ് 36ാമത് യുവജന സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നത്. മ്ലാഡിഫെസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന യുവജന സംഗമത്തിന്റെ തുടക്കം 1989-ലാണ്. തുടർന്ന് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കത്തോലിക്ക യുവജന സംഗമമായി മെഡ്ജുഗോറിയ മാറുകയുണ്ടായി. മതബോധനം, പ്രാർത്ഥനകൾ, ദിവ്യകാരുണ്യ ആരാധന, വ്യക്തിപരമായ സാക്ഷ്യങ്ങൾ മുതലായവ വർഷം തോറുമുള്ള ഈ മഹാ ഒത്തുചേരലിൽ നടത്തപ്പെടാറുണ്ട്. മെഡ്ജുഗോറിയയിലെ വിശുദ്ധ യാക്കോബിന്റെ നാമധേയത്തിലുള്ള സെന്റ് ജെയിംസ് ദേവാലയത്തിലാണ് വിശുദ്ധ കുർബാന, ആരാധന, ജപമാല മുതലായവ നടത്തപ്പെടുന്നത്. അപ്പരീഷൻ ഹിൽ എന്നറിയപ്പെടുന്ന മാതാവിന്റെ പ്രത്യക്ഷീകരണം നടക്കപ്പെടുന്ന കുന്നിലാണ് ഓരോ ദിവസവും പ്രഭാത പ്രാർത്ഥന ആരംഭിക്കുന്നത്. പിന്നീട് വിവിധ ഭാഷകളിലുള്ള സാക്ഷ്യങ്ങൾ, മതബോധന ക്ലാസുകൾ എന്നിവ ഉച്ചതിരിഞ്ഞുള്ള ദിനങ്ങളിൽ നടത്തപ്പെടാറുണ്ട്. ക്രോസ് മൗണ്ടൻ എന്നറിയപ്പെടുന്ന കുന്നിലാണ് യുവജനാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ച് സൂര്യോദയ ദിവ്യബലി എന്ന പേരിൽ അറിയപ്പെടുന്ന സൺറൈസ് മാസ് നടത്തപ്പെടുന്നത്. 36ാമത് മ്ലാഡിഫെസ്റ്റ് ദിനത്തിൽ മെഡ്ജുഗോറിയയിൽ ഒരുമിച്ച് ചേർന്ന യുവജനങ്ങളോടായി പാപ്പ പറഞ്ഞുവച്ചത് ഇപ്രകാരമാണ്: ഒരുമിച്ച് സഞ്ചരിക്കുക, പരസ്പരം സഹായിക്കുക, പരസ്പരം പ്രചോദിപ്പിക്കുക എന്നതായിരുന്നു. ഈ വർഷത്തെ ആപ്തവാക്യമായ സങ്കീർത്തനം 122 ഒന്നാം വാക്യത്തെക്കുറിച്ച് പാപ്പായുടെ വ്യാഖ്യാനം ഇപ്രകാരമായിരുന്നു: ദൈവഭവനം ലക്ഷ്യമാക്കിയുള്ള അതിയായ ദാഹത്താൽ സ്മരണയുണർത്തുന്ന യാത്ര. നാം ഓരോരുത്തരും ഭവനത്തിൽ ഒരു കുടുംബമാകുന്ന അനുഭവം. ഇവിടെയാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മെ കണ്ണിമായ്ക്കാതെ കാത്തിരിക്കുന്നത്.